കുറേ നാളുകളായിട്ട് വിചാരിക്കുന്നത് കേട്ടോ യൂട്യൂബിലൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്, പക്ഷേ നടന്നില്ല. ഇപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, ഒരു വീഡിയോ അങ്ങോട്ട് ഷൂട്ട് ചെയ്തു. അപ്പോൾ പിന്നെ വലിയ ഇൻട്രോ ഒന്നും ഇല്ലാതെ ഒരു മധുരം കഴിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങാം. ഇന്നത്തേതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ബാൽക്കണിയിൽ കുറേ നേരം ഞാൻ അന്തം വിട്ട് താഴോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴേക്ക് മോൾ ഉറക്കം എണീറ്റുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് എന്തെങ്കിലും സ്നാക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് രാവിലത്തെ പാൻ കേക്കിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ അവൾക്ക് പാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഡ്രയറിലിരുന്ന ഡ്രസ്സെല്ലാം ഒന്ന് അടുക്കി വെക്കുമ്പോഴേക്കും പ്രെയർ ടൈം ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒന്ന് മോളെ പിടിച്ചിരുത്താനായിട്ട് ഞാൻ സ്ട്രോബെറി പ്ലേറ്റിൽ ഇട്ട് കൊടുത്ത് അവസാനം എൻ്റെ കുക്കിംഗ് പരിപാടിയിലോട്ടൊന്ന് കടന്നു. ഇന്ന് പത്തിരിയും ബീഫ് കറിയുമാണ് കേട്ടോ ഡിന്നറിന്. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ള സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് കറീൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അതിനു വേണ്ടി ആദ്യം മസാല പൗഡേഴ്സൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത്, പിന്നെ ബീഫും സവാളയും തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈ പൗഡേഴ്സും എല്ലാം കൂടെ ഒരു കുക്കറിലിട്ട് 2-3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. അടപ്പ് തുറന്ന് മല്ലിയിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബീഫ് കറി റെഡിയായിട്ടോ. അതിനുശേഷം ഞാനൊരു പത്തിരിയും ചുട്ടെടുത്ത് അതോടെ എൻ്റെ ഡിന്നറിൻ്റെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയില്ലേ, പക്ഷേ പത്തിരിയൊക്കെ ചുട്ടെടുക്കാൻ ഒരുപാട് സമയം എടുത്തു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കും ഹസ്ബൻഡ് വന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വ്ളോഗിൽ ഇതൊക്കെയുള്ളൂ. പിന്നെ മോൾ ഉറങ്ങുന്നൊക്കെ സമയമായിട്ടുണ്ടായിരുന്നു. മോളെ ഉറക്കി നമ്മളങ്ങോട്ട് കിടന്നു. അപ്പോൾ ഇതൊക്കെയാണ് നോർമൽ എൻ്റെ ഒരു ഈവനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.